രംഗത്ത് വരുന്ന ഒരു വിഭാഗം ആളുകൾ. ഇനിയും നോക്കിക്കോ, നമ്മുടെ ഹാരിസ് മദനി മറ്റൊരു വിഷയവും കൂടി പറഞ്ഞിട്ടുണ്ട്. മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ? നിങ്ങളുടെ ജാതകം കൊണ്ട് പരസ്യമാണ്. ഹനീഫ വന്നിട്ട് ഉമ്മ വ്യഭിചരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഹനീഫ, നിന്റെ ഉമ്മ അങ്ങനത്തെ പണിക്ക് പോകുന്നെങ്കിൽ വാപ്പാടെ കഴിവില്ലായ്മയായിരിക്കൂടാ. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹനീഫ, ഉമ്മ അങ്ങനെ പോയിട്ടുണ്ടാക്കിയതാണോ നിന്നെ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് രാധാ സുരേഷ്, നമ്മള് മദ്രസയിൽ പഠിച്ചവരല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ. അതുകൊണ്ടാണ്. സാരമില്ല. മദ്രസയിൽ പഠിച്ചതും ഞാൻ പറഞ്ഞില്ലേ, 1000 ആളുകളുടെ തലയന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മതത്തിനകത്ത് നിന്നല്ലേ ഇത്തരം ആശയങ്ങൾ വരുന്നത്. സാരമില്ല. ഇനിയും നമ്മുടെ ആരിഫ് ലണ്ടനിൽ പോയിട്ട് ഇസ്ലാമിനെ തൂക്കി അല്ലേ? സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കുറെ അധികം ആളുകൾ രംഗത്ത് വന്നു. ശരി, ഹാരിസ് മദനി വിഷയത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ആഘോഷം നടക്കാൻ ഹാർപിക് ഹുസൈൻ എന്ന മണ്ടൻ ലണ്ടനിൽ പോയി കണ്ടം വഴി ഓടിയ ആ സംഭവം കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല അത് ആഘോഷിക്കുന്നത്. സംഘികളും ക്രിസംഘികളും അല്ലാത്ത സകല ആളുകളും അത് ആഘോഷിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. പലരുടെയും ചിരി ഇതുവരെ നിർത്താൻ പറ്റിയിട്ടില്ല. ആ ജാതി ഓട്ടം അല്ലേ ലണ്ടനിലൂടെ അയാൾ ഓടിയത്. എന്തൊക്കെയായിരുന്നു വീരവാദം. ഞാൻ ഉന്നയിക്കുന്ന സകല കാര്യങ്ങൾക്കും ആര് ചോദിച്ചാലും തെളിവ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാ വിഷയങ്ങളും ഞാൻ പഠിച്ചിട്ടാണ് വിമർശിക്കുന്നത്. ഈ വീരവാദമൊക്കെ പറഞ്ഞ ചങ്ങാതി ലണ്ടനിൽ പോയി 2 ആളുകളുടെ മുമ്പിൽ പെട്ടുപോയപ്പോ സ്വന്തം ബീജത്തിൽ പിറന്ന മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന ആന മണ്ടത്തരം അയാൾ പറഞ്ഞതോടുകൂടി ഇസ്ലാമിലുണ്ടോ ഉസ്താദേ? സ്വന്തം ബീജത്തിൽ പിറന്ന കുട്ടിയെ വിവാഹം കഴിക്കാൻ ഖുർആൻ പോട്ടെ, ഇസ്ലാമിൽ തെളിവുള്ളപ്പോൾ എങ്ങനെയാണ് ഉസ്താദെ ആരിഫിനെ മണ്ടൻ എന്ന് പറയുക? ആരിഫാണോ ഉസ്താദെ മണ്ടൻ? ഇസ്ലാമിൽ ഇല്ല എന്ന് തെളിയിക്കൂ ഉസ്താദെ, അതല്ലേ ഒരു മാന്യത. മോന്റെ മോള് മോളെ മോള് മോന്റെ മോള് മോളെ മോള് എത്ര മടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ ഇല്ലാത്തതുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിലേർപ്പെടും. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവർ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ. ഒരാളോടും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണ് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മാത്രമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, യഥാർത്ഥത്തിൽ ഇവന്റെ ഗർഭത്തിൽ ജനിച്ച കുട്ടിയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്ത് കൊടുത്തില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നൃത്തത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ബന്ധം മോള്. മനസ്സിലായല്ലോ? സ്വന്തം ബീജത്തിൽ ജനിച്ച മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ അനുവദനീയമാണ്. ഹാരിസ് മദനി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമാണെന്ന. ഖുർആനിൽ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഇസ്ലാമിൽ ഇല്ല എന്നാകുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും കർമ്മശാസ്ത്രങ്ങളും, അത് കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്, ഫിഖ്ഹി നിയമങ്ങൾ, അത് ഖുർആൻ വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകൾ, അതുപോലെ ഇജ്മാഅുകൾ, ഏകാഭിപ്രായം പണ്ഡിതന്മാരുടെ, ഖിയാസ്, അവലംബം, ഇതൊക്കെ ചേർന്നതാണ് ഇസ്ലാം. അതല്ലെങ്കിൽ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറയുന്ന വ്യക്തിയാണോ നമ്മുടെ ഹാരിസ് മദനി? അല്ല. അപ്പോൾ ലണ്ടനിൽ പോയിട്ട് നമ്മുടെ ആരിഫ് എന്താ ചെയ്തത്? ഇസ്ലാമിനെ തൂക്കിയെടുക്കുക ചെയ്തത്.
ഇപ്പോഴും എയറിലാണ്. അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കക്ഷി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവര് തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഈ ചങ്ങാതി തെളിവ് അന്വേഷിക്കാൻ 10-15 മിനിറ്റ് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. ChatGPT-യോട് ചോദിച്ചിട്ടുണ്ടാവും, ജെമിനയോട് ചോദിച്ചിട്ടുണ്ടാവും. ഇടക്ക് ഫോണൊക്കെ ഇങ്ങനെ ചെവിയിലേക്ക് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ജെമിന എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ഇവർക്ക് മറുപടി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. കിട്ടണമെങ്കിൽ അങ്ങനെ ഒന്ന് ഖുർആനിൽ ഉണ്ടാകണമല്ലോ. അവസാനം ഇയാൾ 19ാമത്തെ അടവെടുത്തു. ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല അത്രേ. അപ്പൊ കൂടി നിന്ന ആളുകൾ ഫോൺ അങ്ങോട്ട് കൊടുത്തു, ഉപയോഗിച്ചോളൂ, നെറ്റ് എടുത്തോളൂ, എങ്ങനെ വേണമെങ്കിലും തെളിവ് ഹാജരാക്കണമെന്ന് അവര്. ഉസ്താദേ, ഇന്റർനെറ്റ് വന്നതോടുകൂടി ഇസ്ലാം എയറിലായി എന്ന് പറയാനുള്ള കാരണം ഇതാ. ഇന്റർനെറ്റാണ് ഇസ്ലാമിന് പണി കൊടുത്തത്. ഒരു പക്ഷേ ആരിഫ് അപ്പോൾ തന്നെ ആ തെളിവെടുത്തിരുന്നെങ്കിൽ ഇതിങ്ങനെ ചർച്ചയാകുമായിരുന്നോ? ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതുണ്ട് എന്ന വസ്തുത ആരെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കുമായിരുന്നോ? അതുകൊണ്ട് ഇതൊക്കെ ഓരോ കാരണങ്ങൾ മാത്രമാണ്, ചെറിയ കാരണങ്ങളല്ല, വലിയ വലിയ കാരണങ്ങൾ. കാരണം ആളുകൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ? ഇത് തന്നെയാണ്. ആരിഫ് അന്നേരം ആരിഫിന് തെളിവ് അപ്പോൾ കിട്ടരുത്, ഇന്റർനെറ്റ് ആരിഫിന് കിട്ടരുത്. അത് എന്നാ മാത്രമല്ലേ സ്വന്തം വാപ്പയ്ക്കു മോളെ കെട്ടാൻ ഖുർആനിലല്ല, ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളില് ഇസ്ലാമിൽ തെളിവുണ്ട് എന്ന് സമർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഇന്ന് UK-യിൽ മാത്രമല്ല ലോകം മുഴുവനും, എക്സ്പെഷ്യലി ഏതാണ്ട് സോഷ്യൽ മീഡിയ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന നിയമമുള്ള ഇസ്ലാമിനെ എടുത്ത് വാരി അലക്കുന്നത് എന്തുകൊണ്ടാണ്? മുമ്പേ ഉസ്താദ് പറഞ്ഞപ്പോൾ എക്കോ ഇട്ടിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തതയുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ കേട്ടു നോക്കിക്കോ, വളരെ വ്യക്തമായിട്ട് ഉസ്താദ് തന്നെ പറയുന്നതാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥത്തെ മുൻനിർത്തി തന്നെയാണ് പറയുന്നത്. മോള്, മോന്റെ മോള്, മോളെ മോള്, ആ കീപ്പട്ട് എത്ര പോയാലും വണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് കാര്യം മനസ്സിലായോ? ഇസ്ലാമിക നിയമപ്രകാരം മകന്റെ മക്കളെയും മകളുടെ മക്കളെയും വിവാഹം കഴിക്കാം. എല്ലാം എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് പറഞ്ഞപ്പോൾ അള്ളാഹു മോന്റെ മക്കളെയും മോളുടെ മക്കളെയും കെട്ടാൻ വല്ലുപ്പാക്ക് അനുവദിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. ഇവരുടെ കണ്ണിൽ കിടക്കുന്നത് വലിയ കോല. എന്നിട്ട് ഒരു കരടെടുത്തപ്പോഴേക്കാണ് ഇവരിങ്ങനെ വേദന എടുത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്. ആലോചിച്ചാൽ മതി ഇസ്ലാം എന്താണ്. ആകെ മൊത്തം ടോട്ടൽ ഇതൊരു വൈറസ് ആണ്. ആളുകൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ഡിബേറ്റിലൂടെയെങ്കിലും ഇന്റർനെറ്റ് ഇസ്ലാമിനെ എയറിലാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ മതി. ഇത് ഇസ്ലാമിൽ ഇല്ലെങ്കിൽ മാത്രമല്ലേ ആരിഫ് എയറിൽ പോകത്തുള്ളൂ, അല്ലേ? എന്നാലല്ലേ ആരിഫിനെ നിങ്ങൾ മണ്ടനെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇസ്ലാം മൊത്തവും മണ്ടത്തരങ്ങളുടെ മാത്രമല്ല, പൈശാചികത എന്ന് പറഞ്ഞാൽ പിശാച് നമുക്കെതിരെ കേസ് കൊടുക്കും. അത്രമാത്രം വൃത്തികേടുകളും നീചകൃത്യങ്ങളുടെയും ആകത്തുകയാണ് ഇസ്ലാം. ഇത് പറയാൻ ആർക്കാ ഭയം? മോള്, മോന്റെ മോള്, മോളെ മോള്, ആ കീപ്പട്ട് എത്ര പോയാലും വണ്ടിയില്ല, കുഴപ്പമില്ല, ചക്കര. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല.
അപ്പൊ ആ ഹുറുമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നുത്വത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുറുമത്തില്ലാത്ത ആ നുത്വത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം എങ്ങനെയുണ്ട്? മോന്റെ മോളെ സ്വന്തം ബീജത്തിൽ ജനിച്ച വ്യഭിചാര പുത്രിയെ കെട്ടാം. ഈ നിയമം ഇസ്ലാമിൽ ഉണ്ടായിരിക്കെ ആരിഫിനെ വന്ന് 4 പറഞ്ഞു മണ്ടനാണ് എന്ന് വിളിക്കണമെങ്കിൽ ഹാരിസ് മദനിയെ പോലെയുള്ള ആളുകളുടെ ഇസ്ലാം മത പരിജ്ഞാനം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലാസ്റ്റ് പിന്നെ അടുത്ത അടവെടുത്തു, കണ്ടം വഴി ഓടി. ഇത് കണ്ടാൽ ആർക്കാണ് ചിരി വരാത്തത്? അതെ അതെ. എന്നാൽ ചിരി വരാത്തത് ഞാൻ നേരത്തെ ഉസ്താദെ, ആരിഫ് ലണ്ടനിൽ പോയി ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിലെ മകളുമായിട്ടുള്ള ഭോഗത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ കരച്ചിലടക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം നിങ്ങളാണ് ഉസ്താദെ. കാരണം എന്തെന്നറിയാമോ? ഇത്രയും കാലവും നിങ്ങൾ പൊതിഞ്ഞ് ആരും അറിയാതെ ഹൈഡ് ചെയ്ത് എത്രമാത്രം സെൻസർ ചെയ്ത് വെക്കാമോ അങ്ങനെ സെൻസർ ചെയ്ത് വെച്ചിരുന്ന വസ്തുതകളൊക്കെ ഇന്ന് ആളുകൾ എടുത്തിട്ട് അലക്കുമല്ലേ. ആളുകൾക്ക് അതൊക്കെ അങ്ങോട്ട് മനസ്സിലായി പോയില്ലേ? ഇസ്ലാം ഇതാണ് എന്ന ആളുകൾക്ക് മനസ്സിലായി പോയതിന്റെ കരച്ചിൽ നിങ്ങൾക്കാണ് അവസാനിക്കാത്തത്, ആരിഫിനല്ല. പറഞ്ഞതുപോലെ സംഘികൾക്കും കൃസംഘികൾക്കുമാണ്. അവനേക്കാൾ വലിയ മരമണ്ടന്മാർ ഇപ്പൊ അവനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കാൻ. ആരിഫിന് ചെറിയൊരു അബദ്ധം പറ്റി. ഖുർആാനിലുണ്ട് എന്നാ പറഞ്ഞത്, സത്യത്തിൽ അത് ഖുർആാനിലില്ല, പക്ഷെ ഇസ്ലാമിലുണ്ട് എന്ന രീതിയിലൊക്കെ കുറെ പ്രചരണങ്ങൾ മരമണ്ടന്മാരായ അവന്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടോ ചിരി തീരെ നിർത്താൻ പറ്റുന്നില്ല. അജാതി കോമഡി. ഹാരിസ് മദനി, നിങ്ങൾക്ക് അറിയായിട്ടല്ലാന്നൊക്കെ എനിക്കറിയാം. ഫത്ഹുൽ മുഈനൊക്കെ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയേക്കണേ. പട്ടിയെ വരെ ഭോഗിച്ച് കുട്ടിയെ ഉണ്ടാക്കാം. ആ കുട്ടിക്ക് നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യുന്ന ഒരു പൊട്ടൻ മതമാണ് ഈ ചില. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലായി ഉസ്താദ്. ഇനി നിങ്ങൾ ആരെയായി പറ്റിക്കുന്നേ? ആരെയാണ് നിങ്ങൾ ഈ നുണ പറഞ്ഞ് കബളിപ്പിക്കുന്നത്? സ്വന്തം മകളെ കെട്ടാനും പട്ടിയെ ഭോഗിക്കാനും ശിശുക്കളെ ഭോഗിക്കാനും അടക്കം ഇസ്ലാമിൽ തെളിവുണ്ട്. കുട്ടികളെ കെട്ടാൻ ഖുർആനിലും തെളിവുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം അതായിരുന്നു നമ്മുടെ ചർച്ച അത്രേ. അപ്പോ ആർത്തവം വരാത്ത കുട്ടികളെയൊക്കെ കെട്ടാനും അവരെ വിധവകളാക്കാനും ഒക്കെ ഇസ്ലാമിൽ തെളിവുണ്ട്. അപ്പൊ ഇസ്ലാമില് ഇത്തരം തെളിവുകൾ ഉണ്ടായിരിക്കെ മദ്ഹബുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇസ്ലാം മൊത്തവും പോയി. എന്നിട്ട് ഹാരിസ് മദനി വന്നിട്ട് ആരിഫിനെ മണ്ടനാക്കാനും ഇസ്ലാമിനെ വെളുപ്പിക്കാനും ശ്രമിച്ചാൽ എൻ്റെ പൊന്നാര ഉസ്താദെ, നമ്മുടെ അലിയാർ കാസിമിയുടെ വാക്കുകൾ കടമെടുത്താൽ 6-ാം വയസ്സിൽ അല്ലല്ലോ 10-ാം വയസ്സിലല്ലേ എന്ന് പറയുന്നത് പോലെ ഖുർആനിൽ ഇല്ലല്ലോ ഇസ്ലാമിലല്ലേ എന്ന് ചോദിക്കുന്നത് പോലെയേ തലയ്ക്കകത്താള് താമസമുള്ളവർക്ക് തോന്നും. അതുകൊണ്ട് ശരിക്കും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇസ്ലാം എന്താണെന്ന്. അപ്പൊ ഇനിയും ഇവര് എത്ര കണ്ട് വെളുപ്പിക്കാൻ നോക്കിയിട്ടും ഒത്തില്ല എന്ന് പറയേണ്ടി വരും.